മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലെല്ലാം വെച്ചാണ്. എങ്ങനെയുണ്ടായിരുന്നു മണി? മേതു എങ്ങനെയുണ്ടായിരുന്നു കേക്ക്? ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മടിച്ചിക്കുമ്പി ഇതായിരുന്നു ഇവിടെ തന്നെ ഉണ്ട്. അംഗൻവാടിയിൽ പോവാണ്ട് ഇത് ഇവിടെ തന്നെ നിൽക്കുകയെന്ന്. ഇന്ന് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകീനെ, അതുകൊണ്ട് പിന്നെ അമ്മമ്മേരെ വണ്ടിയും വന്നു അതിൻ്റെ ഇടക്ക്, അതുകൊണ്ട് പിന്നെ ഓടി ഇന്ന് പോയിട്ടില്ല. സ്വാഗതം പറഞ്ഞാടും ആളങ്ങ് ഓടിപ്പോയി. സംഭവം പറയാ, എന്റെ മൊബൈൽ ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക്. മൊബൈൽ എടുത്തൂടെ? മൊബൈൽ എടുത്താല് കണ്ണു പൊട്ടും. മറ്റേ മൊബൈൽ കണ്ട കുട്ടികളെ പിടിക്കുന്നവരെ വിളിക്കാൻ പറയാം നമുക്ക്. ഇതെല്ലാരും പറയുന്നുണ്ട്. മൊബൈൽ കണ്ടു കഴിഞ്ഞാല് അതെ കുട്ടികളെ പിടിക്കുന്ന ഓളെ എനിക്ക് തന്നെ ഗുഡ് ഗേളാണ്. അംഗൻവാടി പോവാഞ്ഞെന്ന് പറഞ്ഞു. എന്റെ അംഗൻവാടി പോവാൻ എല്ലാരും ചോദിക്കുന്നതാണ്. എന്റെ അംഗൻവാടി പോവാഞ്ഞ അങ്ങനെ പറയാൻ പാടില്ല. മടിച്ചിട്ടല്ലേ അംഗൻവാടി പോവാഞ്ഞേ? നല്ല കുട്ടിയല്ലേ? എന്താ അംഗൻവാടി പോവാഞ്ഞ? ശരിക്കും പറ, എന്താ പോവാഞ്ഞേ? പറ. ഇന്ന് ചിലപ്പോ ഓവിന്റെ അടുത്ത് പോവാൻ സാധ്യതയുണ്ടല്ലേ? ഹോസ്പിറ്റലിലോട്ട് പോകാനുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അല്ലേ? അതൊന്നല്ല, ഓളിന്ന് എണീക്കാൻ വൈകിയോണ്ടാണ് ശരിക്കും വിടാണ്ടിരുന്നിനി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിന്റെ ഇടക്ക് വേറെ എന്തെല്ലാം തിരക്കെല്ലായിട്ട് സമയം ഒരുപാട്. ക്രീം കേക്കിന്റെ പ്ലേറ്റ് കേക്ക് ഇന്നപ്പോ ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ റെസിപ്പി കേക്കിന്റെ ആണ്. കണ്ടിനി. മേതുവിന് കേക്ക് ഇഷ്ടല്ലേ? മേതു ഇഷ്ടല്ല കേക്ക്? ക്രീം കേക്കിന്റെ അത് ഡ്രസ്സിംഗ് നോക്കറ. ഒരു സോക്സ് ഇന്നലെ നമ്മ പ്ലാത്രയിൽ നിന്ന് മേടിച്ച ഒരു സോക്സ് ആണ്. എന്നോട് വന്നിട്ട് പറഞ്ഞു സോക്സ് വേണം, സോക്സ് വേണം, സോക്സ് വേണം. ഇപ്പൊ നീ എന്നാ സോക്സ് ഇടാനുള്ള കാരണം എന്താന്ന്? ഉണ്ണിക്കുട്ടൻ എപ്പോഴും ഇടുന്നോണ്ടാ. ഇവിടെ അംഗൻവാടിയിൽ ഉണ്ണിക്കുട്ടൻ എപ്പോഴും സോക്സ്. ഉണ്ണിക്കുട്ടൻ അവളെ ഫ്രണ്ടാണ്. അപ്പൊ ഓനിങ്ങനെ ഇട്ട് വരുന്നത് കണ്ടിട്ട് ഇവക്ക് എന്നോട് പറഞ്ഞു എനിക്ക് സോക്സ് വേണം. ആ സോക്സ് ഇന്നലെ വാങ്ങിയ പിന്നെ ഊരി വെച്ചിട്ടില്ല. ഇല്ല, അത് ഇട്ട് കഴിഞ്ഞാല് ഈ ടൈൽസ് നല്ല സ്മൂത്ത് ആയിട്ട് പോവും ചെയ്യല്ല. അതുകൊണ്ട് അത് ഇട്ടേരം തൊട്ട് ഡാൻസ് ആണ് ഇടാ, ഓരോരോ ഡാൻസ്. അത് ഒരാള് നോക്കുകയും ചെയ്യണം. പാട്ട് വെച്ചിട്ടുള്ള ഡാൻസ് അല്ല, പാട്ട് പാടിയിട്ടുള്ള ഡാൻസ് ആണ്. ഉള്ളിൽ കയറിയിട്ട് ഇതുപോലെ ഇങ്ങനെ നടന്നിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെ വഴുതി പോവല്ല അത്. പിന്നെ അപ്പൊ അതാണ് അത് ഇട്ടേന്റെ പിന്നെ അതേ കളി തന്നെ. ലെറ്റ്സ് ഗോ കം പറയുന്നുണ്ട്. അപ്പൊ അതാണ് കാര്യം. അപ്പൊ നമ്മളവിടെ കേക്കെല്ലാം ഉണ്ടാക്കി, മിൽക്ക് കേക്ക്. അപ്പൊ ക്രീമിന്റെ പരിപാടി മാത്രം ചെയ്യണത്രേ, ബാക്കിയെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ സെറ്റ് ആക്കുകയോ വേണ്ടു. അപ്പൊ ഇവിടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടാട്ടോ. മണിക്കൂട്ടിനും ഇഷ്ടമാണ്, മേതുവിനും ഇഷ്ടമാണ്, പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെ കേക്ക്. പണ്ട് നമ്മൾ കുറച്ച് കേക്കെല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നെല്ലാം ഉണ്ടായതല്ലേ? പണ്ട് കേക്ക് ആക്കി കൊടുക്കുന്നത്. കൊറേ 2-3 വർഷം മുന്നേ നമ്മള് സെയിൽ ഉണ്ടായിന് കേക്കിന്റെ. പിന്നെ അത് ഇടക്കാലത്ത് വെച്ചിട്ട് നിർത്തിയതാണ്. യൂട്യൂബും ഫേസ്ബുക്കെല്ലാം വന്നതിന് പിന്നെ നമുക്ക് വീഡിയോ ചെയ്യുമ്പം അതും ഓർഡർ എല്ലാം കിട്ടലുണ്ട്, പക്ഷെ അതും കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല. അങ്ങനെ അത് നിർത്തിയതാണ്. പിന്നിപ്പോ നമ്മള് ആ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ആലിയ ഭട്ടിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക്, മിൽക്ക് കേക്ക്. നമ്മള് കഴിച്ചിട്ടില്ല. ട്രെൻഡിങ് കേക്ക് ആയിരിക്കും. ഞാൻ ഇതുപോലെ ഹോട്ടലിൽ പണിക്കാരനാണ്. അപ്പം ഇത് ഞാൻ ഗൾഫിൽ പണിയെടുക്കുന്ന സമയത്ത് ഈ മിൽക്ക് കേക്ക് ഇതേപോലെയാണ്, പക്ഷെ ഇതുമായിട്ട് സിമിലർ ആണോ, നീ ഉണ്ടാക്കുന്നതാണോ എന്നറിയില്ല. പക്ഷെ മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ബേക്കറി ഇതിൽ ഉണ്ടാക്കുന്നുണ്ട് അവര്. അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ക്രീമെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിപ്പോ ഉച്ച കഴിഞ്ഞ സമയം, ഉച്ച കഴിഞ്ഞു, ഭക്ഷണം കഴിക്കണം അത്രേ. അപ്പൊ കഴിക്കുന്നതിന് മുന്നേ അത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിക്കാന്ന് വെച്ചിട്ടാണ് നിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ തട്ടകത്തിലേക്ക് പോവാം അല്ലേ? ആടെ ബാക്കി കാര്യങ്ങൾ ആടുന്ന് കാണാം. മേതുവിന് അതിന്റെ ഇടക്ക് ഞാൻ മിൽക്ക് മെയ്ഡിന്റെ അത് ഉണ്ടാക്കുന്ന സമയത്ത്, സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിടുന്നേ ഇല്ല, 2-3 വട്ടമായി വരുന്നത്. ഞാൻ ആ കപ്പിൽ ഒഴിച്ചതിന് കപ്പില് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ലേശം, അത് കഴുകുന്നതിന് മുന്നേ കൊടുത്തതാണ്. അതിങ്ങനെ തൊട്ട് വായിലൊഴിച്ച് വെച്ച് പിന്നെ അതിന്റെ ബാക്കിലേ വന്നിട്ട് വിടുന്നില്ല. ഞാൻ എനിക്ക് തീർന്നു വന്നിട്ട് വിട്ടതാണ്. ഓക്കെ, തട്ടകത്തിലേക്ക്. സോക്സ് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്.
ഹലോ, നമുക്ക് അമ്മേൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയാലോ? വരുന്നില്ലേ? ഓള് ഇന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം വെള്ളത്തിലാകെ കുളിച്ച് ഡ്രസ്സെല്ലാം ആകെ നനഞ്ഞ് ഇതാക്കുവേ. ഇപ്പം എന്താ പരിപാടി എന്നല്ല, കുറച്ച് ജീരക മുട്ടായിൻ്റെ ഡബ്ബയിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാ പരിപാടി? അത് പൊട്ടിക്കാൻ പാടില്ല, ചെടി വെള്ളം ഒഴിക്കുന്ന്. എന്നാ പരിപാടി നീ ഇപ്പം ചെയ്യുന്നത്? പാലെടുത്തോ ഇന്ന്? ഇവരുടെ പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പാവാച്ചിയിലും ചെടിച്ചട്ടിന്നാണ് കിട്ടുന്നത്. നമുക്ക് അമ്മേൻ്റെ അടുത്തേക്ക് പോയാലോ? അമ്മ വരുന്നില്ലേ? എന്നാൽ പിന്നെ നീ ഇടുന്നു. അമ്മേൻ്റെ നമുക്ക് കേക്ക് കാണിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും. അമ്മ ഉണ്ടാക്കിയ കേക്ക് എനിക്കും ഇതും കൊണ്ടും കിട്ടും പോലും. മിൽക്ക് മെയ്ഡ് തരുമെന്നാ പറഞ്ഞേ. നമ്മുടെ മേതൂട്ടി വന്നിട്ടില്ല. ഓള് വെള്ളത്തോണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു പുറത്തുനിന്ന്. നമ്മുടെ പ്രിയന്റെ തട്ടകത്തിലേക്ക് എത്തി. പരിപാടി. അപ്പൊ ഇതാ കേക്ക് റെഡിയാക്കി വെച്ചിന് കേട്ടോ. കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടീനി. ഇപ്പൊ ഇതെടുത്ത് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അത്രേ. ഇനിയിപ്പൊ ഇതിന്റെ ക്രീം ഏത്? അത് വിപ്പിംഗ് ക്രീം. എന്താ കേക്ക് മറിച്ചിട്ടു. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. എന്താ അടിപൊളി കേക്ക്. ഇതിപ്പോ ഇനി മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കാരണം അധികം ഡിസൈനൊന്നും അറിയാത്തവർക്കും മുകളിൽ മാത്രമേ നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കി എടുക്കണ്ടു. സൈഡിലൊന്നും വേണ്ട. സിമ്പിളാണ്, നോർമൽ. ഇത് നമ്മൾ ആ ഒരു എന്താ പറയാ മിൽക്ക് കേക്ക് എന്നല്ലേ പറയുന്നത്, അതിന്റെ ആ ഒരു സിറപ്പ് അല്ല, മിൽക്ക് പിന്നെ വിപ്പിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം ചേർത്തിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ നമ്മുടെ കൃഷ്ണ വ്യൂ കുക്കിംഗ് എന്നില്ല യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നത് സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ അതിൽ നമ്മളിപ്പം അടുപ്പിച്ച് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യും. കൃഷ്ണ വ്യൂ കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്. പിന്നെ നമ്മുടെ കൃഷ്ണ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഈ രണ്ടെണ്ണത്തിലാണ് നിങ്ങൾക്ക് കുക്കിംഗ് കാണാൻ വേണ്ടി പറ്റുക. മുഴുവനായിട്ട് വേണമെങ്കിൽ അതിൽ കണ്ടാൽ മതി. അതാ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് കള്ളിപ്പൂച്ച വന്നിട്ടുണ്ട്. കള്ളിപ്പൂച്ച. അപ്പൊ ഏതായാലും നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തിട്ട് കാണാം അല്ലേ? അമ്മ കേക്ക് ഉണ്ടാക്കട്ടെ, നമുക്ക് രണ്ടാക്കും പോവാം, പുറത്തിരിക്കാം. നമുക്ക് തിന്നാനാകുമ്പോ വന്നാലോ മേതൂട്ടി? അല്ലേ? നമുക്ക് തിന്നാനാകുമ്പോ വരാം, അടിപൊളിയായിട്ട്. നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലെല്ലാം വെച്ച് ഞാനിതാ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓ ഹാപ്പി ബർത്ത്ഡേ ടു യു പറയുന്നുണ്ട് ഒരാള്. എന്താണ് കേക്ക് കുറിക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ. കേക്ക് ആയോണ്ട് എല്ലാരും ഇതാ മേതുന്നെ. ഇതാ ഒരു മിൽക്കിന്റെ സിറപ്പാണേ. ആ സിറപ്പും കൂടെ ഇങ്ങനെ ചുറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ ആകാംക്ഷയോടെ ഇരിക്കുന്ന രണ്ടുപേരുണ്ട് ഇവിടെ. ഇപ്പൊ കേക്ക് അറിയുന്നില്ല കേട്ടോ ഇങ്ങനെ പോന്നത്. ഇത്രയും സോഫ്റ്റ് ആണ്. ഞാൻ എങ്ങനെയുണ്ട് മേതു? മണിക്കൂട്ടിനും കൊടുത്തു നോക്കട്ടെ. അവസാനം വാരിക്കോരി അടിയായേ.
സ്പൂണെല്ലാം പോയി കൈയിട്ടെടുക്കലായി. കൈയിട്ടെടുക്കലേ. മേതു ഹാപ്പി ബർത്ത്ഡേ ഇടുന്ന് ആഘോഷിച്ചു. മറ്റേ നോട്ട് വിട്ടിട്ടേ ഇല്ല. അപ്പൊ നമ്മളെ കേക്ക് ഇതാ ഇവരെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. എങ്ങനെയുണ്ടായിരുന്നു മണി? മേതു എങ്ങനെയുണ്ടായിരുന്നു കേക്ക്? മേതു അതിൻ്റെ ഇടക്ക് ചോദിച്ചിട്ടുണ്ടായിനെ. ചെറിയൊരു പൊട്ടാസ് പൊട്ടി. അപ്പൊ ഇതാ നമ്മളെ കേക്കിന്റെ ഒരു പീസ് ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പൊ മണിക്കൂട്ടിനും മേതു എല്ലാം കഴിച്ചു, ടേസ്റ്റ് ചെയ്ത് നോക്കി. ശ്രീനാട്ടിനും കഴിച്ചു. എങ്ങനെയുണ്ട് ശ്രീനാട്ടാ? അടിപൊളി, നല്ല രസമുണ്ട്. ഉണ്ടല്ലേ? അതിന് അമ്മമ്മ മാത്രമേ ഇല്ല ടേസ്റ്റ്. അമ്മമ്മ ഇപ്പൊ വന്നതാണ്. അപ്പൊ ഏതായാലും അമ്മക്ക് കൊടുക്കാം. അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കഴിക്കാത്തത് അമ്മയേ ഇല്ലു. സൂപ്പറാണ്. അപ്പോൾ കേക്കെല്ലാം ഉണ്ടാക്കി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ കുക്കിംഗ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.